ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേഡിംഗ് കോമ്പസ്. അടുത്ത ആഴ്ചയിലേക്കുള്ള മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് ട്രേഡിങ്ങോ ഒക്കെ എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം അല്ലേ. എൻ്റെ പേര് ലിയോ കുര്യൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് നിഫ്റ്റി 17,350 അവിടെ സപ്പോർട്ട് എടുക്കുമെന്നും 17,500 ബ്രേക്ക് ചെയ്ത് നന്നായിട്ട് റാലി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. 17,300 താഴേക്ക് ഒരു നിഫ്റ്റി പോയിട്ട്, പക്ഷേ അവിടെ നിന്നൊക്കെ പുള്ളി തിരിച്ചു കയറി പോന്നു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തില്ല. കാരണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്. മാർക്കറ്റിൽ മൊത്തത്തിൽ ഷോർട്ട് ടൈമിലേക്ക് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ താഴേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നല്ലൊരു റിവേഴ്സൽ നമുക്ക് കിട്ടി വെള്ളിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും. പക്ഷേ അത് ഷോർട്ട് കവറിങ് റാലിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് 17,800 ലെവലിൽ നിന്ന് വരെ പോകാനാണ് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത്. ആ 17,800 അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെ നിന്ന് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺവേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതും ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലാണ്. 17,800 ബ്രേക്ക് ചെയ്ത് 18,200 ലെവലിലേക്ക് നിഫ്റ്റി അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ചയിലേക്ക് വരുമെന്ന എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നിഫ്റ്റി നല്ലൊരു സപ്പോർട്ടിൽ നിന്നാണ് തിരിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ ഒരു നിഫ്റ്റി റിവേഴ്സലായി എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പോയാലും 17,300 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ 17,500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് 17,500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഷ്യസ് അപ്രോച്ച് എടുക്കണം. നമ്മൾ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യണം. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ 17,800 ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പാണ് നമ്മൾ കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കാം. ബാങ്ക് നിഫ്റ്റി നല്ല സ്റ്റേബിളായിരുന്നു. നല്ല അത്യാവശ്യം നല്ലൊരു റാലി തന്നെയായിരുന്നു. 1,200 പോയിൻറ്റോളം ചെറിയൊരു റാലി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കിട്ടി. 41,200 വരെ സംഭവം കയറി പോകുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നത് 42,000 അവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു റിവേഴ്സിൽ വരികയാണ്. ഇപ്പോൾ 42 ജസ്റ്റ് ക്രോസ് 42,100 പോയിട്ട് തിരിച്ച് 42 ബ്രേക്ക് താഴോട്ട് വരാണെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് എക്സിറ്റ് ചെയ്ത് ഡൗൺ സൈഡ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കറക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മുകളിലേക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ലെവൽ 42,000 ആണ്.